നമ്മുടെ കിതാബ് തംബീഹുൽ മുഖ്തരീൻ എന്ന കിതാബിലെ 8ാമത്തെ സബക്കാണ് വിഷയം സ്വഭാവങ്ങൾ. ഒരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞു. ഈ മറ്റൊരു സ്വഭാവമുണ്ട്, സൂഫിയാക്കൾക്കുണ്ടായ സ്വഭാവം എന്താണ്? ആ സ്വഭാവവും നമ്മുടെ സ്വഭാവവും പരിശോധിച്ചാൽ എന്തായിരിക്കും? പരിശോധിക്കാം. വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു അൻഹും, മഹാന്മാർക്കുള്ള സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? തവഖുഫുഹും അൻ കുല്ലി ഫിഇലിൻ ഔ ഖൗലിൻ ഹത്താ യഅരിഫു മീസാനഹു അലൽ കിതാബി വസുന്നത്തി അവൽ ഉർഫീന. ഈ മഹാന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കർമ്മമാവട്ടെ, ഏതൊരു വഴിയാവട്ടെ, പെട്ടെന്ന് അവർ പ്രവർത്തിക്കുകയോ പെട്ടെന്ന് അവർ പറയുകയോ ഇല്ല. അവിടെ മൗനത്തിലായിരിക്കും. ഏതുവരെയും ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അവർ പറയാൻ പോകുന്ന വാക്കുകൾ തിരുസുന്നത്തിനോടും കിതാബിനോടും, അതുപോലെ തന്നെ ഇസ്ലാമിക നിയമത്തിൽപ്പെട്ട മറ്റൊന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുള്ള സാധാരണഗതി എന്ന് പറയുന്ന ഒന്ന്. അപ്പോൾ ഉറുഫ്, സുന്നത്ത്, കിതാബ്, ഇതിന്മേൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെയും വഴികളെയും അവർ തൂക്കി നോക്കും. അങ്ങനെ തൂക്കി നോക്കിയിട്ട് അതനുസരിച്ച് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നവർ അറിയുന്നത് വരെ അവരൊരു പ്രവൃത്തിയോ അവരൊരു വാക്കോ ചെയ്യാറില്ല. അതറിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഉറുഫിനോടും സുന്നത്തിനോടും കിതാബിനോടും യോജിച്ചത് മാത്രമേ ചെയ്യാറുള്ളൂ. അതിന് വിരുദ്ധമായതൊന്നും അവർ ചെയ്യാറില്ല എന്നാണ് ഇതിന്റെ സാരം. ഇവിടെ ഉറുഫ് എന്ന് കൊടുത്തത് എന്താ കാരണം? അന്നൽ ഉറുഫ മിൻ ജുംലത്തി ശരീഅത്തി. ഉറുഫ് എന്ന് ഫുഖാക്കളൊക്കെ പറയാറുണ്ടല്ലോ, ആദത്ത്, വാലിബ്, ഉറുഫ് എന്നൊക്കെ. അപ്പൊ ഈ ഉറുഫ് എന്ന് പറഞ്ഞതും ശറഈന്റെ പുറത്തല്ല, അത് ശരീഅത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇനം തന്നെയാണ് ഉറുഫ്. ആ നിലക്ക് നോക്കിയിട്ടാണ് മൂന്നാമതായ ഒരു ഉറുഫ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇതനുസരിച്ച് കൊണ്ടാണ് അവിടെ തുലനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഇത് തന്നെയാണ്. കിതാബ് സുന്നത്തൊക്കെ അല്ലേ, അതനുസരിച്ച് വരണം എന്നർത്ഥം. ഒരായത്ത് ഓതിത്തരാം. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി. ഇസ്ലാമിക ചിഹ്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഉർഫി എന്ന് പറഞ്ഞെങ്കിലും അതിൽ തെളിവുണ്ട്. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച നിങ്ങൾ പിടിക്കണം നബിയെ, വഅ്മുർ ബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം എന്ന്. അവിടെ ഉർഫ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ ഉറുഫാണ് ഈ പറഞ്ഞ ഉറുഫ്. അപ്പൊ ഈ ആയത്തിൽ നിന്നും ഈ സ്വഭാവം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഷഅറാനി ഇമാം പറയാണ്, അപ്പോൾ അറിയപ്പെട്ടു പോയി, അന്നൽ ഖൗമ ലാ യകുഫൂന ബി അഖ്വാലിഹിം ലാ യകുഫൂന ബി അഖ്വാലി വഅഫ്ആലി ബി മുജറദി അമലിൻ നാസ് ബിഹാ. ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുണ്ട്, ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കുകളുണ്ട്, ഇത് മാത്രം ആസ്പദപ്പെടുത്തിക്കൊണ്ടല്ല അവരാരും പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അവർ മതിയാക്കൂല. ലാ യകുഫൂന എന്ന് പറഞ്ഞാൽ മതിയാക്കൂല, യകുഫൂന എന്നല്ല യകുഫൂന. അപ്പൊ കഴിഞ്ഞു പോയതായിരിക്കുന്ന ഉലമാക്കള്, സൂഫിയാക്കളൊന്നും ഇവിടെ എന്തൊക്കെയോ ജനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുക, ഇവരെന്തൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മൾ പറയാം എന്നല്ല. അതുകൊണ്ട് മാത്രം മതിയാക്കുന്നവരായിരുന്നില്ല മുൻകഴിഞ്ഞു പോയ ജനത. എന്തുകൊണ്ടാണ് അങ്ങനെ മതിയാക്കാതെ വന്നത്? ലിഇഹ്തിമാലിയായി യകൂന ദാലിക്കൽ ഫിഅലു അവൽ ഖൗലു മിൻ ജുംലത്തിൽ ബിദ്അ ബിദ്അല്ലത്തി ലാ യശ്ഹദു ലഹു കിതാബും വലാ സുന്ന. കിതാബും സുന്നത്തും തെളിവായി വരാത്ത കാലത്തോളമുള്ളതായ ഒരുപാട് ബിദ്അത്തുകളുണ്ട്. അതിന് യാതൊരു തെളിവും കിതാബിലോ സുന്നത്തിലോ ഹദീസിലോ പരതിയാൽ കിട്ടൂല. അങ്ങനെയുള്ള ബിദ്അത്തിന്റെ കൂട്ടത്തിൽ പുതിയതായിരിക്കുന്ന ഒരു കർമ്മത്തിന്റെയോ മൊഴിയുടെ കൂട്ടത്തിൽ പെട്ടുപോകുമോ? അങ്ങനെ പെട്ടുപോവാൻ സാധ്യതയുണ്ട് ഇവർ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളും മൊഴികളും എന്നൊരു സാധ്യത വന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രം ആസ്പദപ്പെടുത്തിക്കൊണ്ടൊന്നും ഇവർ മതിയാക്കൂല എന്ന് പറയാൻ കാരണം. അപ്പൊ കിതാബും സുന്നത്തും അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഭൂമി ലോകത്തുള്ള ജീവിതം. അതേ ആഖിറത്തിലേക്കുള്ള നേട്ടമുള്ളൂ. ആഖിറത്തിലേക്കുള്ള നേട്ടത്തെക്കുറിച്ച് ഭൗതിക ലോകത്ത് നിന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിക്കൊണ്ടല്ലേ ഉത്തമന്മാരായിരിക്കുന്ന അല്ലാഹു തആല തെരഞ്ഞെടുത്തുകൊണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയും അതിന്റെ തെളിവെന്നോണമായിക്കൊണ്ട് അള്ളാന്റെ കലാമുകളായി ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം വഹികളായിക്കൊണ്ട് കിതാബുകളും സുന്നത്തും അല്ലാഹു തആല ഇറക്കി കൊടുത്തതും അതിനല്ലേ. അപ്പൊ അതനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ മൊഴികളൊക്കെ. ഒരു ഹദീസ് പറയാം. ഇമാം ഷഅറാനി തങ്ങൾ തെളിവായി ഉദ്ധരിക്കുന്നു. ഹദീസിലുണ്ട്,
ലാ തഖൂമു സഅതു ഹത്താ തസീറ സുന്നത്തു ബിദ്അത്തൻ ഫൈദാ തുരികത്തിൽ ബിദ്അത്തു യഖൂലു നാസു തുരികത്തി സുന്നത്തു എന്നാണ് പറയാ. ഒരു കാലഘട്ടം ഇവിടെ വരും, അഥവാ അന്ത്യനാൾ നിലനിൽക്കൂല, ഉണ്ടാവൂല. സുന്നത്തായ ഒരു കാര്യം ബിദ്അത്തായിട്ട് മാറും, സുന്നത്ത് ബിദ്അത്തായിട്ട് വരും. നബി തങ്ങൾ പറഞ്ഞ സുന്നത്തൊന്നും ഞാർക്ക് വേണ്ട, അവിടെ സുന്നത്തും ചര്യയായിട്ട് ബിദ്അത്തായി പുതിയൊരു ആശയം ഉണ്ടാവും. ആ ബിദ്അത്താ പിന്നെ സുന്നത്തായിട്ട് മാറുക. അങ്ങനെ ഒരു ബിദ്അത്തായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ പറയും സുന്നത്ത് ഒഴിവാക്കിട്ടോ, ചര്യ ഒഴിവാക്കി എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹിന്റെ ചര്യ ഒഴിവാക്കുന്നതല്ല വിഷയം. പൊതുവെ നാട്ടിൽ പുതുതായി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് അറിവുള്ള ആളുകൾ ഒഴിവാക്കാൻ പറയുമ്പോൾ അപ്പൊ പറയും ഇസ്ലാമിനെതിരായ ആളാണ് ഇയാള്, ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം കടത്തിക്കൂട്ടി ഇപ്പൊ പറയുന്നു, ഉള്ള കാര്യമൊക്കെ അയാൾ എന്താവുന്നു തട്ടി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ബിദ്അത്തായ ഒരു കാര്യം സുന്നത്തായിട്ട് മാറും, ഒരു ചര്യയായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന്. ഏകദേശം അവിടേക്ക് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ടാണ് കിതാബിനും സുന്നത്തിനും തെളിവില്ലാത്ത രൂപത്തിൽ ബിദ്അത്ത് വരും. അത്തരമൊരു ബിദ്അത്തിലായിരിക്കും ഇവിടെ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളും വഴികളൊക്കെ വരിക. ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കിയിട്ട് കിതാബ് സുന്നത്തൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നത്, അമലുകൾ കൊണ്ട് മതിയാക്കാത്തത്. തവാറുദിൽ ഫുറൂഇൽ ബിദ്അഇ അൻ ഉസൂലിഹിം, അതുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് അവർ വെച്ചൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തെ തൊട്ട് പുതുതായി ഉണ്ടായതായ ശാഖകൾ വന്നു. അങ്ങനെ ശാഖകൾ ഇങ്ങനെ അനന്തരമായി എടുത്തു വന്നു. ഇസ്ലാമിലില്ലാത്തൊരു സംഗതിയായിരുന്നു, അതൊരാൾ ഉണ്ടാക്കി വെച്ചു, അതിനെ തുടർന്ന് ഇങ്ങനെ പോന്നു. ഫലമ്മാ ത്വാല സമനുൽ അമലി ബിൽ ബിദ്അഇ, അങ്ങനെ ബിദ്അത്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മങ്ങളുമായി കാലഘട്ടം നീണ്ടുപോയി. ബിദ്അത്തെ ലോകത്താകെ പ്രചരിച്ചു. ജനങ്ങൾക്ക് കേൾവിയില്ലാത്തതും കാണാത്തതുമായ ഒരു കാര്യം ആര് പറഞ്ഞിട്ട് കാര്യമല്ല. ഇസ്ലാമികമായിരിക്കും നിയമം തന്നെയാണെങ്കിലും ഇപ്പോൾ ജനങ്ങൾ അത് അത്ഭുതമായി കേൾക്കുകയാണ്. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഇതുവരെ ചെയ്ത കാര്യക്ക് ബിദ്അത്തല്ലല്ലോ, നല്ലൊരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് പോക്കിക്കളഞ്ഞു. എത്രയോ നാട്ടിൽ ചെന്നാ പറയില്ലേ, ഒരുപാട് നാട്ടിലൂടെ സഞ്ചരിച്ചാൽ കാണാം ഇസ്ലാമിന്റെ നിയമം ഒന്ന് വേറെ ആയിരിക്കും. അതല്ല, ആ നാട്ടിൽ ആരോ ഒരു പുതിയൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, പിന്നെ അതെന്നെ ചര്യയായിട്ട് മാറും തലമുറകൾ. അങ്ങനെ തലമുറകൾ വന്ന് അവസാനം ബിദ്അത്ത് എന്താണ് സുന്നത്ത് എന്താണെന്ന് പഠിച്ചിരുന്നൊരു പണ്ഡിതൻ അതിനെ എതിർക്കുമ്പോൾ ആ പണ്ഡിതനെ കൊച്ചാക്കാനും കളിയാക്കാനും ജനങ്ങൾ തിരിയാൻ കാരണമെന്താ? ഇത്തരം ബിദ്അത്തുകളെ കൊണ്ടുള്ള കർമ്മങ്ങൾ നീണ്ടു പോകുമ്പോ ജനങ്ങൾ മനസ്സിലാക്കും എന്താ, സുന്നത്തും മിമ്മ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങൾ ചെയ്തു വെച്ചതായിരിക്കുന്ന ഒരു ചര്യ, ആ ഒരു ചര്യയിൽ പെട്ടതാണ് ഈ ചര്യ എന്ന് ബിദ്അത്തിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധാരിൽ അകപ്പെടും, പിന്നെ അവസാനം തിരുത്താൻ ചെന്ന അപകടമുണ്ടാവും. അപ്പോൾ കഴിവതും ബിദ്അത്ത് കൊണ്ടുവരരുത്. കിതാബിനും സുന്നത്തിനും ഇസ്ലാമിന് നിരക്കാത്ത ഒന്നും ചെയ്യണ്ട എന്നർത്ഥം. അപ്പൊ ജനങ്ങളിൽ ഇത്തരം ഒരു സുന്നത്ത് കടന്നുകൂടും, ആ ഒരു സുന്നത്ത് വരുന്നൊരു കാലഘട്ടമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, അത് ആസ്പദപ്പെടുത്തി ഞാൻ ചെയ്യുന്നു പറയാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന കർമ്മം സുന്നത്തിനാണോ ഖുർആന് വിരുദ്ധമുണ്ടോ ഇല്ലേ, അതിൽ തെളിവുണ്ടോ അല്ലെങ്കിൽ പരിശോധിക്കണം. ഇതായിരുന്നു ആ സമുദായത്തിന്റെ സ്വഭാവം. വമിനൽ ഖൗമി ത്വായിഫത്തുൻ ഇദാ ലം യജിദൂ ലിദാലിക്കൽ അമലി ദലീലൻ മിൻ സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസാബിതത്തി ഫീ കുതുബി ശരീഅത്തി യതവജ്ജഹൂന ബിഖുലൂബിഹിം ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ഈ പറയപ്പെട്ട ഉത്തമ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പണി എന്തായിരുന്നു? അവർ ചെയ്യുന്ന ഒരു കർമ്മത്തിന് റസൂലുള്ളാഹിന്റെ മൊഴിയിൽ കിതാബിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളിൽ എഴുതപ്പെട്ട സ്ഥിരപ്പെട്ടതായിരിക്കുന്ന ഒരു ഹദീസ് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഹദീസിൽ നിന്നൊന്നും ഈ ചെയ്ത കർമ്മത്തിന് തെളിവായിട്ട് കിട്ടാനില്ല എങ്കിൽ ഒരു നേരെ അവിടെ മനസ്സുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവർ തിരിയും. ഇങ്ങനെ മനസ്സ് വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ നബിയോട് ഇങ്ങനെ പറയും, നബിയെ ഇതാ ഒരു കർമ്മം ചെയ്തിട്ടുണ്ട്, എന്റെ അറിവ് അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ കിതാബിൽ എവിടെയും ഹദീസ് പരിശോധിക്കുമ്പോൾ ഹദീസിനൊന്നും തെളിവ് കാണുന്നില്ല. അതുകൊണ്ട് മുത്തുനബിയെ ഞാൻ ചെയ്ത കർമ്മം തെറ്റാണ്, എനിക്ക് തിരുത്തി തരണേ, നല്ലതാണെങ്കിൽ അംഗീകരിക്കണേ എന്നവരുടെ ഹൃദയം കൊണ്ട് ആത്മീയ ബന്ധം നടത്തുകയാണ് അവർ. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഇരിക്കെ ബൈദാ ഹളറു ബൈന യദൈഹി, ഹൃദയ സാന്നിധ്യം കൊണ്ട് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിലേക്ക് അവർ എത്തിച്ചെയ്യുകയാണെങ്കിൽ, ആ സാന്നിധ്യത്തിൽ അവർ സന്നിഹിതരായാൽ
അനുഹു അന്താലിക്ക അവർ ചെയ്ത കർമ്മത്തെ കുറിച്ച് നബിയോട് ചോദിക്കും. സ്വപ്നത്തിലൂടെ ആയിരിക്കാം, ഇർക്കാമിലൂടെ ആയിരിക്കാം. അങ്ങനെ അമിലുവിമ കാലലകും നബി അവരോട് പറയും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് എല്ലാവർക്കും ബാധകമല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്, മഹാനായ നബിയെ സ്വപ്നം കണ്ടു, നബി എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അത് നിങ്ങൾക്കാർക്കും തെളിവല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും തെളിവല്ല അത്. ഇല്ല അന്ന മസായില ഇല്ല അന്ന മിസ്ലദാലിക ഖാസും ബി അക്കാബിർ റിജാൽ. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നബിയെ സ്വപ്നത്തിൽ കണ്ട് നേരിട്ട് ബന്ധപ്പെട്ട് കണ്ട് കിട്ടിയ ഒരു മസാല, ഒരു കർമ്മം അയാൾ ചെയ്യുന്നുവെങ്കിൽ അത് അയാൾ ഒന്ന നിലപാടിലേക്ക് എത്തിയ ഒരാളാണ്. ആ നിലപാടിലേക്ക് എത്തിയത് കൊണ്ട് അയാൾക്ക് മാത്രം പ്രത്യേകമായതാണ്, നമുക്കാർക്കും പ്രത്യേകമായതല്ല, നമുക്കത് ബാധകമല്ല. അങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് ശരീഅത്ത് നിയമപ്രകാരം പഠിച്ചത് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അതിന് വിരുദ്ധമായിട്ട് വലിയൊരു ശേഖ് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ ശേഖിനെ ആ വിഷയം തുടരേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ആ ശേഖ് നബിയുമായി അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. അയാൾ ചെയ്ത ആ കർമ്മത്തിന് അയാൾക്ക് നബിയിൽ നിന്ന് എന്തോ കിട്ടി, അത് അയാൾക്ക് മാത്രം ബാധകമാണ്. അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്, അത് അവർക്ക് മാത്രം പ്രത്യേകമായതാ. അപ്പോ ഭയങ്കര ചോദിക്കപ്പെട്ടാൽ ഇതേ സ്ഥാനയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആരംഭനബിധങ്ങൾ കൽപ്പിച്ച ഒരു കാര്യം കൊണ്ട് ജനങ്ങളെ വിളിച്ചിട്ട് ഇയാൾക്ക് കൽപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? എന്നോട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിലൂടെ, ഞാനത് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യണം എന്ന് പറയണോ പറയണ്ടേ എന്ന് ചോദിക്കപ്പെടുകയാണ് എങ്കിൽ ഫൽ ജവാബു ലാ യംബഇ ദാലിക ലിഅന്നഹു അംറുൻ സായിദുൻ അല സുന്നത്തി സ്വഹീഹത്തി സാബിതത്തി മിൻ തുർഖിൻ നഖലി. പരമ്പരാഗതമായി ഉദ്ധരണികളായി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കിട്ടിയതായിരിക്കുന്ന റിപ്പോർട്ടർമാരുടെ വഴി കിട്ടിയ ഹദീസുണ്ട്. അത്തരം സ്വഹീഹായിരിക്കുന്ന ഹദീസുകളേക്കാൾ ഒരു കൂടുതലായി വന്നൊരു കാര്യമാണ് ഈ കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കൊണ്ട് ജനങ്ങളോട് അയാൾക്ക് കൽപ്പിക്കാൻ പറ്റൂല, യോജിച്ചതല്ല. കാരണം അയാൾക്ക് കിട്ടിയത് ഈ പറഞ്ഞ സ്വഹീഹായ ഹദീസുകളേക്കാൾ മികച്ചത് കിട്ടിയതാണ്. നമുക്ക് കിട്ടിയതോ കിതാബുകൾ പരതിയിട്ട് ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ പോലെയുള്ള കിതാബുകളിലൂടെ പരമ്പരാഗതമായി പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചു വന്ന വഴികളാണ്. അതിൽ കൂടെ കിട്ടിയതായിരിക്കുന്ന സ്വഹീഹായ ഹദീസുകളാണ് ഇവിടെ വെച്ചുള്ള മാനദണ്ഡം. അതിനേക്കാൾ മികവിൽ കിട്ടിയതും അതിനേക്കാൾ കൂടുതൽ ലഭിച്ചൊരു കാര്യമാണ് ഇയാൾക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അയാൾ കൽപ്പിക്കൽ അനുയോജ്യമല്ല. ഒമൻ അമറന്നാസ ബിശൈഇൻ സായിദിൻ അലാമ സബത മിൻ തരീഖിൻ നഖലി. ഉദ്ധരണികൾ വഴികളായി കിട്ടിയതായി സ്ഥിരപ്പെട്ടു വന്നൊരു മസലയോ ഹദീസോ സുന്നത്തോ കർമ്മങ്ങളൊക്കെ ഉണ്ടാവും. അതിനേക്കാൾ കൂടുതലുള്ള ഒരു കാര്യം കൊണ്ട് ആരെങ്കിലും ജനങ്ങളോട് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖദ് കല്ലഫൻ നാസ സതത, അയാൾ ജനങ്ങളോട് കീർത്തിച്ചത് ഇസ്ലാമിന്റെ അതിര് വിടുക എന്നൊരു കാര്യമാണ്. അത് പാടില്ല, അത് താദിയത്തായിട്ട് മാറും. അല്ലാഹുമ്മ ഇല്ലാ യഖ്താറ അഹദുൻ ദാലിക ഫലാ ഹറജ്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ഈ ഷെയ്ഖിനെ പിന്തുടർന്നുകൊണ്ട് എന്റെ ഷെയ്ഖ് അങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്നൊരു വ്യക്തി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, പൊതുവെ കൽപ്പിക്കാൻ പാടില്ല. കമാ ഹുവ ശഅനുൽ മുഖ്തദൽ മദാഹിബിൽ മുസ്തംബതതി മിനൽ കിതാബി വസുന്നത്തി വല്ലാഹു അലം. കിതാബും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി ഗവേഷണ യോഗ്യന്മാരായിരിക്കുന്ന നമ്മുടെ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ആ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരോട് പിന്തുടർന്നുകൊണ്ടല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ചെയ്യുന്നത് പോലെ നമ്മൾ മുറബിയ ഷേഖിനെ കിട്ടുകയോ ഈ തസവുഫിന്റെ കാര്യത്തിൽ മറ്റൊരു ഷേഖിനെ കിട്ടി ആ ഷേഖുമായി ബന്ധപ്പെട്ട് ആ ഷേഖ് ഒരു കർമ്മം ചെയ്യുന്നുണ്ട്, ഹദീസിനോ ഖുർആനിലോ ഫിഖിനൊന്നും പറഞ്ഞാൽ ഇയാളെ കർമ്മത്തെ കുറിച്ച് നമുക്കൊരു തെളിവും കിട്ടൂല. എന്നാ അയാൾക്ക് നബീന് കിട്ടിയതുമാണ് ആ വഴിയിലൂടെ. ഇയാളെ പിന്തുടർന്ന് എല്ലാ ആളുകളോടും അത് ചെയ്യണമെന്ന് ഷേഖിന് അവകാശമില്ല പറയാൻ. എന്നാൽ ഈ ഷേഖ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ ഈ വ്യക്തി പറയുന്നു എന്റെ ഷേഖ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നു, അങ്ങനെ പറയാനുണ്ടല്ലോ. ആ ഒരു നിലപാട് തെരഞ്ഞെടുത്ത് ആ ഷെയ്ഖിനെ തുടർന്നുകൊണ്ടൊരു വ്യക്തിക്ക് തെരഞ്ഞെടുത്താൽ അയാൾക്കത് ചെയ്യാം. പക്ഷെ ഷെയ്ഖ് എന്ത് ചെയ്യാൻ പാടില്ല,
ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട്, നബി എന്നോട് ഇത്ര റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിക്ർ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ചെല്ലിക്കോളി എന്ന് പറയാൻ അവകാശമില്ല. ഇതാണ് ഷെയ്ഖ് ചിന്തിക്കേണ്ടതും ഷെയ്ഖിനോട് തുടർന്ന് ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിന് വിരുദ്ധമായതൊന്നും ഷെയ്ഖ് ചെയ്യില്ല, അത് വേറെ വിഷയം. ഷെയ്ഖിന് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഷെയ്ഖ് കൽപ്പിക്കണ്ട എന്ന് പറഞ്ഞത്. وقد كان السلف الصالح رضي الله عنه يحثون الناس لا سيما أصحابهم على التقيد بالكتاب والسنة واجتناب البدع. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല ഷെയ്ഖന്മാരും പോയത്. ഇന്ന് കാണുന്ന ഷെയ്ഖന്മാരും മുരീദന്മാരും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രപരമായിക്കൊണ്ട് മുൻകഴിഞ്ഞു പോയ ആളുകൾ എങ്ങനെ ജീവിച്ചെന്ന് ഷാറാൻ ഇമാം ശരിക്ക് തന്റെ കിതാബിൽ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. നോക്കൂ, മഹാൻ പറയാം, മുൻകഴിഞ്ഞു പോയ സാലികളായ ആളുകളായിരുന്നു. ജനങ്ങളെ അവർ പ്രേരിപ്പിക്കുമായിരുന്നു. പൊതുവെ പ്രത്യേകിച്ച് അവരോടുകൂടെ കൂടിയ ശിഷ്യന്മാരുണ്ട്, മുരീദന്മാരൊക്കെ ഉണ്ടാവും, അവരോട് പ്രേരിപ്പിക്കുമായിരുന്നു. എന്തിന്റെ മേലില്? കിതാബും സുന്നത്തും എന്ത് പറഞ്ഞു അതനുസരിച്ച് കൊണ്ട് തന്നെ ജീവിക്കാവൂ. വിദ്യാർത്ഥികൾ മുഴുവനും ഒഴിവാക്കേണ്ടതുണ്ട്. ഒരൊറ്റ വിദ്യാർത്ഥിമാരെടുക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താ അത് തന്നെ ചെയ്യാവൂ. ഇതായിരുന്നു സലഫുസാലികളുടെ പതിവ്. അവർ ജനങ്ങളോടും പൊതുവെ അവരോടുകൂടെ ജീവിക്കുന്ന ശിഷ്യന്മാരുണ്ടാകും, മുരീദന്മാരുണ്ടാവും, ഹാദിമിയും ഉണ്ടാവും. അവരോടൊക്കെ പറയാൻ തിരുസുന്നത്തും ഖുർആനും കളയരുത്, അത് മുറുകെ പിടിച്ചോളി, ഒരു വിദ്യാർത്ഥിയും എടുക്കരുത്. ഇതായിരുന്നു അവർ ചെയ്തിരുന്നത്. ആ കാര്യത്തിൽ അവർ ലഘുവല്ല, അതികഠോരമായി ഗൗരവമായി കനത്തിട്ട് തന്നെ പറയുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നോക്കൂ, ഹത്താ ഇന്ന അമീറൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റബ്ബമാ കാന യഹുമ്മു യുഹിമ്മു ബിൽ അംർ വയഅസിമു അലൈഹി വയഖൂലു ലഹു ബഅദു الناس ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യഫഅൽ ദാലിക വലൻ യഅ്മുർ ബിഹി വയർജിഉ അമ്മാ കാന അസമ അലൈഹി. കണ്ടോ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണല്ലോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സത്യവും അസത്യവും വേർതിരിക്കുന്ന മഹാൻ, ലോകത്തിൽ നിന്ന് വാഴ്ത്തപ്പെടുന്ന മഹാൻ, എന്നും വാഴ്ത്തപ്പെടുന്ന മഹാൻ, ലോകം കിടുകിടെ വിറച്ച മഹാൻ, ലോകത്തുള്ള അന്നത്തെ ചക്രവർത്തിമാർ പോലും മാതൃകയാക്കി ഭരിക്കാൻ തയ്യാറായവർ, എല്ലാ ഭരണകർത്താക്കളും എല്ലാ ലോകത്തും ഇന്നും അങ്ങനെ തന്നെ ആഗ്രഹിച്ചിരിക്കെ സത്യത്തിനെതിരായി ആര് വന്നാലും പടവാളേന്തി നടന്ന മഹാൻ, ഉമറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടിവിറക്കുന്ന ജനതാ സമുദായ ലോകം. അങ്ങനെയുള്ള അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു ചിലപ്പോൾ ചില കാര്യം ചെയ്യുവാൻ വേണ്ടി നടപ്പാക്കാൻ വേണ്ടി കരുതും. മാത്രമല്ല കാര്യം നടപ്പാക്കുക തന്നെ ഉറപ്പിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ മുന്നിലിരിക്കുന്ന അണികളിൽ വിവരസ്ഥന്മാരുണ്ട്, സഹാബാക്കളുണ്ട്, താബികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾ പറയും, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്ത് കാര്യമാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? ആരംഭക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം ഇവിടെ നടപ്പാക്കിയിട്ടില്ല, നബി തങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുമില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് അമീറുൽ മുഅ്മിനീൻ ലോകത്തുള്ള സർവ്വഭൂമിയുടെ ഭരണാധിപനാണ്. ആ ഭരണാധിപനായ ഗാംഭീര്യമുള്ള ആ മഹാന്റെ മുഖത്ത് നോക്കി ഗർജിക്കുന്ന സിംഹമായിരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ മഹാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്റെ ഭരണീയരിൽ ചില ആളുകൾ റസൂൽ അത് ചെയ്തിട്ടില്ലല്ലോ, ഉമറേ, നബി തങ്ങൾ അതുകൊണ്ട് കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി മുന്നിൽ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ആ രാജാവ് അവിടെ വിറക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു നേരെ മടങ്ങുകയാണ്, അക്കാര്യം മാറ്റിവെക്കുകയാണ്. നബിക്ക് ഇഷ്ടമില്ല, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കാത്തത് ഞാൻ എന്തിനു ചെയ്യണം എന്ന് തിരുത്താനുള്ള ആളുകളുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ മനസ്സിലാക്കൂ. ഇതായിരുന്നു അവർ. നമ്മൾ പള്ളിയിൽ ഖാദിയായിരിക്കാം, മുദരിസായിരിക്കാം, ഖതീബായിരിക്കാം, അല്ലെങ്കിൽ മുഅല്ലിമായിരിക്കാം. എന്തെങ്കിലും സ്ഥാനം നമുക്കുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാക്കാൻ വേണ്ടി നമ്മൾ വെമ്പൽ കൊള്ളും, ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കും. ജനങ്ങൾ ഇങ്ങോട്ട് എന്ത് തന്നെ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല, ഞാൻ പറഞ്ഞത് കേട്ടോളണം. ഒരഹങ്കാരത്തിന്റെ സ്വരമല്ലേ ഉണ്ടാവുക. ഈ സ്വഭാവം ശരിയല്ല. ഏതൊരു ഭരണാധിപനെയും, ഏതൊരു ഖാദിയാരെയും, ഏതൊരു ഖതീബിനെയും, ഏതൊരു അമീറിനെയും ആരെയും നിലക്ക് നിർത്താൻ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ മതി. അത് ഇസ്ലാമിന് തെളിവില്ലാത്ത ഒന്നാണ്.
നബി അത് ചെയ്തിട്ടില്ല, നബി ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ പറ്റുന്ന അമീറന്മാരായിരിക്കണം എന്ന പാഠം ഇതിൽ ഉൾക്കൊള്ളുന്നു. അമീറും തന്നെ അങ്ങനെയുള്ള ആളായിരിക്കണം. ഇത് സൽസ്വഭാവത്തിന്റെ ഉടമകൾക്കേ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂഫിസമല്ലേ, അത് തന്നെ പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല, ആ ഭാഗം ഇനിയും വ്യാഖ്യാനിക്കാറുണ്ട്. തൽക്കാലം നിർത്തട്ടെ.